വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസിത കേരളം നമ്മുടെ ദൗത്യമാക്കാം, അതിനുവേണ്ടി സമർപ്പിക്കാം. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം. പറയൂ, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ജയ കേരളം, ജയ് ഹിന്ദ്. ഏറെക്കാലമായി വിഭാഗീയതയും സംഘടനാപരമായ അസ്ഥിരതയും നിറഞ്ഞ കേരള BJP ഘടകത്തിലൊടുവിൽ രാജീവ് ചന്ദ്രശേഖർ പുതിയ പ്രസിഡന്റായി എത്തുമ്പോൾ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നിരവധി വെല്ലുവിളികളാണ്. നിർണായകമായ തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചക്രവാളത്തിൽ വരുമ്പോൾ സാധ്യതകൾ കടുപ്പമേറിയ ഒരു നിമിഷത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം ഏറ്റെടുക്കുന്നത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുക, തകർന്ന സംഘടനയെ ഏകീകരിക്കുക എന്നിവയാണ് ചന്ദ്രശേഖർ നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളികൾ. രാജ്യസഭയിൽ ഏകദേശം 2 പതിറ്റാണ്ട് സേവനമനുഷ്ഠിച്ചിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവം കേരളത്തിന് പുറത്താണ്. ഇത് സംസ്ഥാനത്തെ സൂക്ഷ്മവും പലപ്പോഴും അസ്ഥിരവുമായ രാഷ്ട്രീയ നാടകവേദിയെ താരതമ്യേന പുതുമുഖമാക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും അദ്ദേഹത്തിന്റെ ആദ്യത്തേതും അടിയന്തരവുമായ പരീക്ഷണം. BJPക്കുള്ളിലെ മത്സരിക്കുന്ന വിഭാഗങ്ങൾ അവരുടെ വിശ്വസ്തർക്കായി ഗ്രൂപ്പ് കളിക്കാനിറങ്ങും. കൂടാതെ നിർദ്ദേശങ്ങളുമായി ആരംഭിക്കുന്നത് വേഗത്തിൽ സമ്മർദ്ദത്തിലേക്കും കടന്നേക്കാം. ഉയർന്ന സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ഈ പിരിമുറുക്കം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ചെറുക്കാനോ ഉള്ള ചന്ദ്രശേഖരന്റെ സന്നദ്ധത അദ്ദേഹത്തിന്റെ ആന്തരിക നിലയെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രചരണ തന്ത്രത്തിന്റെ യോജിപ്പിനെയും നിർണ്ണയിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും സംസ്ഥാന നിയമസഭയിൽ വ്യക്തമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് ചന്ദ്രശേഖരന്റെ മുന്നിലെ വിശാലമായ ദൗത്യം. എന്നാൽ പാലക്കാട്, പന്തളം പോലുള്ള നാമമാത്രമായ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPയുടെ പിടി ഉറപ്പില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യമായ പുരോഗതിയും ഉണ്ടായിട്ടില്ല. പുതിയ മേഖലയിലേക്ക് മുന്നേറാനും അടിത്തറ നിലനിർത്താനും ചന്ദ്രശേഖരന് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും മുതിർന്ന നേതൃത്വത്തിന്റെയും പൂർണ്ണ സഹകരണം ആവശ്യമാണ്. ആന്തരിക തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും വിഭാഗങ്ങൾക്കിടയിൽ സമവായം സൃഷ്ടിക്കുന്നതിലും അധിഷ്ഠിതമായൊരു ദൗത്യമാണിത്. വർഷങ്ങളായി വോട്ട് വിഹിതത്തിൽ ക്രമാനുഗതമായ വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും ആ ആവേശത്തെ സ്ഥിരമായ നിയമസഭാ വിജയമാക്കി മാറ്റാൻ BJPക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി. എന്നാൽ ഇതിൽ 6 പ്രധാനമായും സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ആകർഷണീയത മൂലം മാത്രം. അത്തരം ഫലങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികളുമായി ആവർത്തിക്കുന്നത് ചന്ദ്രശേഖരന്റെ വിധിന്യായത്തെയും വിജയബെഞ്ച് കെട്ടിപ്പടുക്കാനുള്ള കഴിവിനെയും പരീക്ഷിക്കുകയാണ്. കേരള BJPയിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിലും ചന്ദ്രശേഖർ കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നും സൂചനയുണ്ട്. നിരവധി നേതാക്കൾ അദ്ദേഹത്തെ ഒരു പുറം നാട്ടുകാരനായി കണക്കാക്കുന്നുണ്ടെന്നും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നേതാക്കളെയും കേഡറുകളെയും വിശ്വാസത്തിലെടുക്കാനും ആട്ടിൻകൂട്ടത്തെ ഒരുമിച്ച് നിർത്താനും അദ്ദേഹം കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. വെള്ള വസ്ത്രധാരികളായ രാഷ്ട്രീയക്കാർ മാത്രം ആധിപത്യം പുലർത്തുന്ന കേരള രാഷ്ട്രീയത്തിൽ ടെക്നോക്രാറ്റ് സംരംഭക പ്രതിച്ഛായയുള്ള ചന്ദ്രശേഖർ വേറിട്ട് നിൽക്കുമെന്നതിൽ സംശയമില്ല. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി നേട്ടങ്ങൾ കൈവരിക്കുക എന്ന ഹ്രസ്വകാല ലക്ഷ്യവും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുക, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ച് കേരളത്തിലെ ഒരു ബദൽ ശക്തിയായി ഉയർന്നുവരിക എന്ന ദീർഘകാല ലക്ഷ്യങ്ങളും മനസ്സിൽ വച്ചാണ് BJP ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത്. നായർ സമുദായത്തിൽ നിന്നുള്ള ചന്ദ്രശേഖരന് ഉയർന്ന ജാതി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനും പ്രമുഖ ഈഴവ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഭാരത് ധർമ്മ ജനസേന BDJSുമായുള്ള BJPയുടെ സഖ്യം ശക്തിപ്പെടുത്താനും കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.